കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു എങ്ങോട്ടെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണമെന്നു. അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് ഹാപ്പി ലാൻഡ് മനസ്സിലേക്ക് വന്നത്. അങ്ങനെ ഞാനും അമ്മൂസും പിള്ളേരും ഉണ്ണിയും അശ്വതിയും ലച്ചുമോളും പിന്നെ എൻ്റെ കൂട്ടുകാരൻ മനുച്ചേട്ടനും ഉണ്ടായിരുന്നു. ഒരു 10 മണിയായപ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ലാൻഡിൽ എത്തുകയാണുണ്ടായത്. അവിടെ 10:30 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് അവിടുത്തെ ടൈമിങ്. രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അമ്മൂസിനെ പിടിച്ച് ക്യൂ നിർത്തിയിട്ട് ഞാനും പിള്ളേരും കൂടെ അവിടെ കിടന്ന് ഓടിക്കളിക്കലായിരുന്നു പണി. അവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് വലിയവർക്ക് 650 രൂപയും കുട്ടികൾക്ക് 520 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ ശനിയും ഞായർ 50 രൂപയും കൂടി കൂടുതൽ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് അവധി ദിവസങ്ങളിൽ പോകാത്തത് തന്നെയാണ് നല്ലത്. വല്ലാത്ത തിരക്ക് തന്നെയായിരുന്നു. അപ്പോൾ പ്രഗ്നൻസി ആയതുകൊണ്ട് ഒരു വകുപ്പില്ല, ഒന്നിലും കയറാനൊന്നും പറ്റത്തില്ല. എങ്കിലും നമ്മൾ കറങ്ങാം. അബൂസായിരിക്കും നമ്മളെ ക്യാമറമാൻ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അവരെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യണം. നമ്മൾ ബാഗ് കൊണ്ട് നമ്മൾ ഉള്ളിൽ പോയാലും ഉള്ളിൽ നമുക്ക് ലോക്കർ സൗകര്യം ലഭിക്കുന്നതാണ്. അവിടെ 50 രൂപ കൊണ്ടാണ് ചാർജ്. 50 രൂപ കൊടുത്താൽ നമുക്കതിൻ്റെ ചാവി കിട്ടും. അത് എടുത്ത് നമ്മളെ ബാഗൊക്കെ സെറ്റ് ചെയ്തെല്ലാം ഉള്ളിൽ വെച്ച് പൂട്ടിയിട്ട് നമുക്ക് റൈഡുകളിലേക്ക് പോകാം. അങ്ങനെ പിള്ളേരെയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി അവരെ നമ്മളങ്ങ് വെളിയിറക്കി. അവർ 3 പേരും തല്ലുപിടുത്തമാണ് മെയിൻ പണി. ആദ്യമാണെങ്കിൽ കണ്ണാടിയൊക്കെ വെച്ച് ഭയങ്കര എന്തോ വലിയ സംഭവം കെട്ടുകളുടെ ആദ്യം നിൽക്കുന്നത്. കണ്ണാടി എന്നൊരു സാധനം മുഖത്തുനിന്ന് ഊരത്തില്ല. അവൻ ഭയങ്കര ഇതാണ്, കുഞ്ഞൂസിൻ്റെ കണ്ണാടിയാണ്. അവന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ അത് കണ്ണിൽ നിന്ന് ഊരത്തില്ല. കുറച്ച് കിടന്നപ്പോൾ തന്നെ അതൊരു ഭയങ്കര വെള്ളദാഹം. പാവം ക്ഷീണിച്ചു പോയി. പിള്ളേർ ലേച്ചും കുഞ്ഞൂസും ആണെങ്കിൽ അത് കണ്ടതിന് ശേഷം പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടില്ല. നേരെ ഓടി അതിൻ്റെ മുകളിൽ പോയി നേരങ്ങി കളിക്കുന്ന സ്ലൈഡിൽ കൂടെ അങ്ങ് നേരങ്ങി ഇറങ്ങുന്നത് തന്നെയായിരുന്നു പണി. പക്ഷേ വല്ലാതെ ചൂടായിരുന്നു കേട്ടോ. എന്നിട്ടും പിള്ളേർക്ക് അതൊന്നും ഒരു കൂസലില്ല. അവർ കിടന്നങ്ങ് ഓടി കളിക്കുന്നതായിരുന്നു. അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ നമ്മളൊരു 5D തിയേറ്ററിലേക്കാണ് പോയത്. അവിടുത്തെ ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കയറിയത് ഇതിനകത്തേക്കാണ്. അയ്യോ, ഇതിനകത്ത് നിന്നിട്ട് ഫുള്ള് തല കറങ്ങുന്നൊരു ഫീലായിരുന്നു. ഒരു രക്ഷയില്ല. അശ്വതിനൊക്കെ പിടിച്ചോണ്ടൊക്കെയാണ് അപ്പുറം പോയത്. അമ്മൂസിനാണെങ്കിൽ ഒട്ടും പോയി. അമ്മൂസിനും ഭയങ്കര തലകറക്കമുണ്ട്. എനിക്ക് ഫീലുണ്ടായിരുന്നു. ഞാനും എൻ്റെ കയ്യിൽ കൊച്ചുണ്ടായിരുന്നു, ക്യാമറ ഉണ്ട്. അങ്ങനെ മലവെള്ളം പിടിച്ച് അവളെ വെളിയിൽ ഇറക്കി വയ്യ. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അതിനകത്ത്. ചിരിയായിരുന്നു അവിടെ കിടന്നത്, എല്ലാവരും കൂവലും. ഇല്ലാതെ കഴിഞ്ഞപ്പോൾ കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ഗ്ലാസ്സിനകത്ത് ലൈറ്റിൻ്റെ സെറ്റപ്പ് അത് വളരെ ഒരു രക്ഷയില്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പോയി നമ്മളൊരു ഗോസ്റ്റ് വില്ലേക്കകത്തോട്ടാണ്. ഫുള്ള് ഇരുട്ടാണ് അതിനകത്ത്, ഒന്നും കാണാൻ പറ്റത്തില്ല. ആകെപ്പാടെ സൗണ്ടും ബഹളമൊക്കെ ഇട്. എല്ലാം അങ്ങോട്ട് ചെല്ലട്ട്, അപ്പോൾ അറിയാം. ഞാനെല്ലാം അത് ചെന്നിട്ടാണെങ്കിൽ ആകെപ്പാടെ പെട്ട് വഴി അറിയാൻ വയ്യാതെ എങ്ങനെയിലേക്ക് വെളിച്ചാടിയതാണ്. അങ്ങനെ അവിടുത്തെ കുറച്ച് ആക്ടിവിറ്റിയിലൊക്കെ കയറി കഴിഞ്ഞിട്ട് നമ്മൾ പൂളിൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ പൂളിൻ്റെ അടുത്തേക്ക് വന്ന് അപ്പുറ സൈഡിലാണ് വേറെ കുറച്ച് ആക്ടിവിറ്റീസ് ഉള്ളത്. എല്ലാം റൈഡ്സാണ് ഉള്ളത്. നമ്മൾ ഡ്രൈ ആയിട്ടുള്ള മറ്റേ ഇത് കയറുന്ന എല്ലാത്തിലും കയറിയതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എല്ലാ റൈഡിലും നമുക്ക് കയറാൻ പറ്റില്ല. ഡ്രൈ റൈഡുണ്ട്. അതിൽ നനവോടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ ഈ കറങ്ങുന്നതിനകത്തും ഈ ഊഞ്ഞാൽ ഇതിലൊന്നും ഈ നനഞ്ഞ തുണിയോടെ അവർ കയറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഈ റൈഡിലെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം അവസാനം മാത്രം വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി. അങ്ങനെ നമ്മൾ ഊഞ്ഞാലിൽ പിള്ളേരെയൊക്കെ മടിയിൽ വെച്ചിരുത്തി കറങ്ങാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ അപ്പോൾ വിചാരിച്ചത് കണ്ടില്ലായിരുന്നു, എങ്ങനെ കറങ്ങുന്നുള്ള അറിയത്തില്ലായിരുന്നു. പിന്നെ മടിയിലൊക്കെ വെച്ചിരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ പുള്ളി ഒന്ന് പറഞ്ഞു, അവിടുത്തെ ഗൈഡ് എന്ന് പറഞ്ഞ് പിള്ളേരമ്മ കയറ്റാൻ പറ്റില്ല. അപ്പോൾ പിള്ളേർ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ് നല്ല ഉയരത്തിൽ കറങ്ങുന്നതാണ്. കുഴപ്പമില്ല, ഇത് വെച്ച് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യില്ലെന്ന് വെച്ചിട്ട് കയറിയിരുന്ന് ഒന്ന് കറങ്ങിയങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് ഇത് മനസ്സിലായത്. ഇത് തറയിലെങ്കിൽ നിൽക്കുന്ന സാധനമല്ല, ഇത് പൊങ്ങി ഇത് ആകാശത്തോളം എത്തുന്നൊരു തോന്നുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എൻ്റെ മേഖലയിൽ. അതിനകത്തിരുന്ന് കറങ്ങി തല കറങ്ങി എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങിയാൽ മതിയെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് നമ്മളെ. എന്തിനായാലും ഇതിന് പൊങ്ങി നല്ലതുപോലെ കറങ്ങും.
എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ആദ്യം നിന്നൊരു കറക്കം കഴിഞ്ഞിറങ്ങി അടുത്ത റൈഡിലേക്ക് കയറി. അതിനെക്കാട്ടി വലിയ സംഭവം തന്നെയായിരുന്നു. ഇതിനകത്ത് കയറിയെന്ന് കറങ്ങി തല കറങ്ങി ഒരു വിധത്തില്ല താഴെ ഇറങ്ങിയത്. പോട്ടെ പോട്ടെ. ആ ഓ ഗുഡ് ബോയ്. ആ ആ ആ ഒരെണ്ണം കൂടെ ഉള്ളു അതും കൂടെ ഇടൂ. പിടിക്കല്ലേ. കേറ് അത് കേറ്. പോ പോ ഗുഡ് ബോയ്. ആ അങ്ങനെ തന്നെ കേറിക്കേ. മതിയെന്ന് ഹഗ് ചെയ്തിരിക്കണേ. ഒരു മണിയാറായപ്പോൾ നമ്മൾ അവിടെ കയറി ഭക്ഷണം കഴിച്ചു. അമ്മൂസിന് ചോറ് മതിയെന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും ബിരിയാണി വാങ്ങി കഴിച്ചു. ചോറിന് 130 രൂപയും ബിരിയാണിക്ക് 160 രൂപയാണ് അവിടുത്തെ റേറ്റ്. ഇനി നമ്മൾ വെള്ളത്തിലൊക്കെ കുളിച്ച് മറിയാൻ പോവുകയാണ്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ എടുക്കണം. ബൈ ബൈ.